Hello, welcome back to Azad Education. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് +2ന്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തവരെല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നെയിംസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ വെരി ഫസ്റ്റ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഗ്രൂപ്പ്സിലേക്കും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ജോയിൻ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നെയിംസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ആരൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ? ഓക്കെ, വരുന്നുണ്ട്, കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, പേരുകളൊക്കെ വരുന്നുണ്ട്. സോ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. എല്ലാവരും ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് വെരി ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഇന്ന് നമ്മൾ തരാൻ പോകുന്നത് ഇംഗ്ലീഷിലെ +2 ഇംഗ്ലീഷിലെ ഹോൾ ടെക്സ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ബ്രീഫായിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്നും കൂടെ നോക്കുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്തവരെല്ലാവരും പെട്ടെന്ന് നിങ്ങളുടെ നെയിംസ് എല്ലാം കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അല്ലേ? കുട്ടികളെല്ലാവരും ജോയിൻ ചെയ്യുന്നുള്ളൂ, ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അവരെയും കൂടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ +1ൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ടൈമിലാണ് അല്ലേ? ഇംഗ്ലീഷിൻ്റെ എക്സാമൊക്കെ വളരെ എളുപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയ സമയത്തും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നമ്മുടെ +2 എക്സാമും നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം. സോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി ലൈറ്ററാണ് +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാം അല്ലേ സ്ക്രീനിൽ, ഹയർ സെക്കൻഡറി കോഴ്സ് ഇംഗ്ലീഷ് +2 വളരെ ഹലോ, ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവോ? വോയിസ് ഓഡിബിൾ ആണോ? ഇപ്പോൾ വോയിസ് ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാം ക്ലിയർ ആണ്. അപ്പം നിങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് തംസ് അപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാസ്നീൻ കേൾക്കുന്നുണ്ട്. യെസ് ഓക്കെ, നമ്മുടെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതായിരുന്നു. അത് നമ്മൾ തൽക്കാലത്തേക്ക് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കുറേയൊക്കെ നമുക്ക് സാദൃശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പോയംസ്, ഷോർട്ട് സ്റ്റോറീസ്, ആനക്ഡോട്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് എസ്സേ കൈൻഡ് ഓഫ് തിങ്സ്, അതുപോലെ സ്പീച്ച്, ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. സോ വിൽ മൂവ് ടു ദ ഫസ്റ്റ് യൂണിറ്റ്. As you can see here, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ആണ്. It's flights of freedom. So from the very title, it is very sure that the first unit is something about freedom. Okay,
നമുക്ക് ഫ്രീഡത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രീഡം എന്താണെന്ന് അറിയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാൻ, ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമല്ലേ? പാരൻസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും വഴക്കൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമുക്ക് സ്കൂളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒട്ടും ഫ്രീഡം തരാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വഴക്കുണ്ടാക്കാറുണ്ട് അല്ലേ? എനിക്കൊട്ടും ഫ്രീഡം ഇല്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീഡം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണാറുണ്ട് അല്ലേ? ലാക്ക് ഓഫ് ഫ്രീഡം. അത് പല പെർസ്പെക്റ്റീവ്സ് വിമൻ ഫ്രീഡത്തിൻ്റെ കുറവ്, ലാക്ക് ഓഫ് ഫ്രീഡം നമ്മൾ വിമൻ്റെ കേസിൽ കാണാറുണ്ട്, ചിൽഡ്രൻ്റെ കേസിൽ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല 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 ഫീൽഡിലും ഈ ഫ്രീഡം എന്നുള്ള ടേം നമ്മൾ ഓഫൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? സോ ഈ വെരി ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളതും ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ്. അത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. സോ ഈ യൂണിറ്റിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് വരുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ദ 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, ദെൻ മാച്ച് ബോക്സ് ആൻഡ് ഹൊറിഗലും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു സ്പീച്ചും ഒരു പോയും ഒരു സ്റ്റോറിയും ഒരു അനക്ഡോട്ടും ആണ് വരുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ ബേസിക്കലി നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ ഓരോ ചാപ്റ്ററും ഡിഫൈൻ ചെയ്യുന്നത് ഫ്രീഡം ഇൻ ഡിഫറെൻറ്റ് സെൻസസ്. ഫ്രീഡം എന്നതിനെ പല സെൻസിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ ഷോർട്ടായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ലൈക്ക് ചാപ്റ്റേഴ്സ് ആണെങ്കിലും പോയംസ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ഒക്കെ വളരെ ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് പറഞ്ഞേ? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ത്രൂ വേരിയസ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇൻ വേരിയസ് സെൻസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? എല്ലാവരും ഒന്ന് തംസപ്പ് ഇട്ടേ. അത് ഓക്കെ ആണെങ്കിൽ, ഫസ്റ്റ് യൂണിറ്റിനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ എ തംസ് അപ്പ്. ആൻഡ് യു ക്യാൻ ടൈപ്പ് ദ നെയിം ഓഫ് ദിസ് യൂണിറ്റ്. യൂണിറ്റിന്റെ പേര് എന്താണെന്നും കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ഓക്കെ, സോ ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ്. നൗ മൂവിങ് ടു ദി സെക്കൻഡ് യൂണിറ്റ്. ഇവിടെ കാണുന്ന പോലെ തന്നെ സെക്കൻഡ് യൂണിറ്റിന്റെ പേരെന്താണ്? ഹൈറ്റ്സ് ഓഫ് ഹാർമണി ആണ് അല്ലേ? വാട്ട് ഇസ് ഇറ്റ്? ഹൈറ്റ്സ് ഓഫ് ഹാർമണി. അപ്പോൾ ഫ്രീഡത്തിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഫ്രീഡം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അല്ലേ? സോ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ്ഫുൾ, ഐക്യമായിട്ട് പോകുന്നത് അല്ലെ? യൂണിറ്റിനെയൊക്കെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയാറുള്ളത്. എ വെരി പീസ്ഫുൾ സിറ്റുവേഷനെയാണ് നമ്മൾ ഹാർമണി എന്ന് പറയാറുള്ളത് അല്ലെ? എ കൈൻഡ് ഓഫ് ഐക്യദാർഢ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതിനകത്ത് നമുക്ക് വരുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. അതായത് മെൻറ്റിംഗ് വാൾസ്, അമിഗോ ബ്രദേഴ്സ് ആൻഡ് ദി ആർ ഓഫ് ട്രൂത്ത്. ആർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു 1 ആക്ട് പ്ലേ ആണ്. മറ്റത് രണ്ടും വരുന്ന മെൻറ്റിംഗ് വാൾ എന്ന് പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അതുപോലെ തന്നെ അമിഗോ ബ്രദേഴ്സ്, ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ബ്രദേഴ്സ്. അവരുടെ സ്റ്റോറിയാണ് വരുന്നത്. സോ അതിൽ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ദെൻ അഗെയിൻ മൂവിങ് ഓൺ വി ക്യാൻ സീ ഇറ്റ് ഇസ് ദ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ചാലഞ്ചസ് ഓഫ് ലൈഫ് ആണ്. ചാലഞ്ചസ് ഓഫ് ലൈഫ് ആണ് നമ്മുടെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? തേർഡ് യൂണിറ്റ് ഏതാണ്? ചാലഞ്ചസ് ഓഫ് ലൈഫ്. ഓഫ് കോഴ്സ് ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് എന്തുണ്ടാവും എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ട് ചാലഞ്ചസ്. ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ പണ്ട് കാലം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? പണ്ട് കാലത്തെ കഥകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ ജീവിതങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യരുടെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചാലഞ്ചസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു മേജർ കാര്യമാണ് അല്ലേ? നമ്മുടെ ലൈഫിലാണെങ്കിലും നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ 10th എക്സാം എഴുതി, അന്ന് നമ്മൾ കണ്ടിരുന്നു 10th എക്സാം ആണ് നമ്മുടെ ലൈഫിന്റെ മുന്നിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ +1 സീറ്റൊക്കെ കിട്ടി, അഡ്മിഷനൊക്കെ കിട്ടി, നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി +1 ആണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന്. ഇനി ഇന്ന് മുതൽ നമുക്ക് തോന്നും നമ്മുടെ +2 ക്ലാസ് ആണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് അല്ലേ? സോ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചലഞ്ചസിനപ്പുറത്ത് നമുക്ക് വലിയ വലിയ ചലഞ്ചുകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. സോ ഈ ഒരു തേർഡ് യൂണിറ്റ് കഴിഞ്ഞ് ആ ചലഞ്ച് ഇതിൽ തന്നിട്ടുള്ള 3 ചലഞ്ചസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ദ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചലഞ്ച്, ദീദി എന്ന് പറയുന്ന ഒരു ചലഞ്ച്, ആൻഡ് സ്റ്റാമർ എന്ന് പറയുന്ന ഒരു ചലഞ്ച്. അത് 3 ചാപ്റ്റേഴ്സിലൂടെ നമ്മൾ ചാലഞ്ചസിനെ പറ്റിയിട്ടാണ്, ബേസിക്കലി ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്ന ചില ചലഞ്ചസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികളെ പറ്റിയിട്ട് ഒക്കെയാണ് നമ്മൾ
പഠിക്കുന്നത് the third unit. What was the name of the third unit? ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്താണ് നമ്മുടെ third unitന്റെ പേര്? It's challenges of life. And then we have the fourth unit. As you can see from here, fourth unit കാണുന്നില്ലേ? Clear അല്ലേ? എന്താണ്? Let live. Live and let live. അതിലും നമുക്ക് 3 chapters ആണ് വരുന്നത്. When a sapling is planted, it is a speech by one of the Nobel Prize winner, Wangari Maathai. And then we have Rise, it's a poem, and the dangers of drug abuse. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതൊരു essay ആണ്. നമുക്ക് essay കൂടെ ഇതിൽ പഠിക്കാനുണ്ട്. And the fifth unit is a very sweet unit, and the name of the unit is the lighter side. അല്ലേ, നമ്മൾ challenges നോ freedom നോക്കി, harmony നോക്കി, to live നോക്കി, അതുപോലെ തന്നെ challenges നോക്കി. And apart from all this, the final unit is a very sweet unit, and it is the lighter side. എല്ലാത്തിൻ്റെയും ഒരു lighter side അല്ലേ. അതിൽ നമുക്കുള്ളത് 3 chapters ആണ്. പോസ്റ്റ് early for Christmas എന്ന് പറയുന്ന ഒരു 1 act play ഉണ്ട്. പോസ്റ്റ് early for Christmas is a very nice 1 act play. നമുക്ക് ക്ലാസ് റൂമിലെല്ലാം പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ എനാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് പ്ലേ ആണ് പോസ്റ്റ് early for Christmas. And then we have This is going to hurt just a little bit എന്ന് പറയുന്ന ഒരു പോയം ഉണ്ട്. അതുപോലെ തന്നെ Crime and Punishment എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയും കൂടെയാണ്. നമുക്ക് ഇത്രത്തോളമാണ് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ദ ഹോൾ കണ്ടന്റ് ഇസ് ക്ലിയർ ടു യു. കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. എല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ചാപ്റ്റേഴ്സ് ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ക്ലോസ് ടു ഹാർട്ടായിട്ട് മാറാൻ ചാൻസ് ഉള്ള ചില സ്റ്റോറീസ് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സിലബസ് ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം +2ൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടിയിട്ടുള്ളത്. സോ ഒട്ടും സമയം നമുക്ക് കളയാനില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ഗോയിങ് ടു മൂവ് ടു ദ ഫസ്റ്റ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോവാം. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. സൗണ്ട് ഇല്ലേ? ഓഡിബിൾ അല്ല? എവിടെയെങ്കിലും ചെറിയ ഇഷ്യൂ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫോൺ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കൂ. സൗണ്ടിന് പ്രശ്നമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഒന്ന് നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഒരുപക്ഷെ അവിടെ വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കാം. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കാര്യമല്ലേ, എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂ വന്നതായിരിക്കാം. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ, എല്ലാവരും ഓക്കെ ആണെങ്കിൽ, ഓഡിബിൾ ആണെങ്കിൽ, വീഡിയോ ക്ലിയർ ആണെങ്കിൽ, നമ്മുടെ സ്ക്രീൻ നിങ്ങൾക്ക് നന്നായിട്ട് വിസിബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തംസ് അപ്പ് ഇടുക. നമുക്ക് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. റിൻഷ, നമ്മുടെ സ്ക്രീൻ എല്ലാം വിസിബിൾ ആയിട്ടുള്ളവർ പെട്ടെന്ന് തംസ് അപ്പ് ഇടൂ. നമുക്ക് വി വിൽ മൂവ് ടു ദി വെരി ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ആർ ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? ഇറ്റ്സ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. എന്താണ്? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഓക്കെ ആണ്, ഓഡിബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് വോയിസ് കട്ടാവുന്നുണ്ടോ? ഇപ്പം ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? Okay, so we'll move to the unit. As you can see from here, and as I have already mentioned, the very first unit is Flights of Freedom. എന്താണ്? Flights of Freedom. ഫ്രീഡം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വേർഡാണ് ഫ്രീഡം.
എവിടെ നിന്നെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കെട്ടിപ്പൂട്ടി ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് അല്ലേ? ഒരുപാട് നേരം നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പോയിരിക്കും, നമുക്കൊരു ഇൻ്റർവെൽ കിട്ടുമ്പോൾ വി ആർ ഇൻ ടു ഫ്രീഡം അല്ലേ? അതുപോലെ തന്നെ ദ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം, ഫ്രീഡം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ഫ്രീഡം, ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഫ്രീഡം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഹിയർ ഇസ് it starts with a call, and no net ensnares me. I am a free human being with an independent will എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഐ എം നോ ബേർഡ്. നമുക്കറിയാം യൂഷ്വലി ചില പെറ്റ് ബേർഡ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വി ജസ്റ്റ് പുട്ട് ദം ഇൻ കേജസ് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു പോയത്തിൽ നിന്നെടുത്തിട്ടുള്ള കൊട്ടേഷൻസ് ആണ് അല്ലേ? ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. എത്ര സ്വർണം കൊണ്ട് നിർമ്മിച്ച കൂട്ടിലാണെങ്കിലും അതിലാണ്, എത്ര സൗകര്യത്തോട് കൂട്ടില്ല, എത്ര സ്വർണം കൊണ്ട് നിർമ്മിച്ച കൂട്ടിലാണെങ്കിലും അവിടെ ബന്ധനം എന്ന് പറയുന്നത് ബന്ധനം തന്നെയാണ് അല്ലേ? അവിടെ അടച്ചുപൂട്ടിയിരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ പെട്ട ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. സോ പക്ഷേ ഷാർലറ്റ് ബ്രോണ്ടെ പറയുന്നത് എന്താണ്? ഐ എം നോട്ട് എ ബേർഡ് അല്ലേ? ഞാനൊരു പക്ഷിയൊന്നുമല്ല. ആൻഡ് നോ നെറ്റ് ക്യാൻ എൻസ്നെയർ മീ അല്ലേ? എന്നെ ഒരു നെറ്റിനും എന്താണ് പിടിച്ചടക്കി വെക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബേർഡ് ഒന്നുമല്ല ഞാൻ. ബട്ട് I am a free human being with an independent will. Independent ആയിട്ടുള്ള ഒരു ഇച്ഛാബോധമുള്ള ഒരു വില്ലുള്ള ഒരാൾ, ഒരു ഫ്രീ ഹ്യൂമൻ ബീങ് ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രീഡത്തിന് വേണ്ടി ദാഹിക്കുന്ന പോലെ അല്ലെ, ഫ്രീഡത്തിൻ്റെ വേർഡ്സ് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ദ വെരി ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോട്ട് ബൈ ഷാർലറ്റ് ബ്രോണ്ടി. വിൽ റിവൈസ് ഇറ്റ് വൺസ് അഗെയിൻ. ഇങ്ങനെയാണ്: ഐ എം നോ ബേർഡ് ആൻഡ് നോ നെറ്റ് എൻസ്നയർസ് മീ. ഐ ആം എ ഫ്രീ ഹ്യൂമൻ ബീങ് with an independent will. Independent will ഓട് കൂടിയിട്ടുള്ള ഒരു ഫ്രീ ഹ്യൂമൻ ബീങ് ആണ്. സോ ദ വെരി യൂണിറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഫ്രീ. നമ്മൾ ഫ്രീ ആവുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു യൂണിറ്റിലൂടെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ ഫ്രീഡമാണ് ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നത്. ഫ്രീഡം ഇൻ ദ സെൻസ് പലരുടെ പെർസ്പെക്റ്റീവ്സിൽ നിന്നും പല രീതിയിലുള്ള ഫ്രീഡമാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്, പെട്ടെന്നാവട്ടെ. Now we'll move to the unit. The description of the unit is given here. എന്താ പറയുന്നത്? There is an increasing realization and recognition that empowering women is an urgent need of the hour. Empowerment. Please listen to the word, അല്ലെങ്കിൽ please know the word empowerment. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? empowerment എന്നുള്ള വേർഡ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നമ്മൾ ഈ അടുത്തായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? വാട്ട് ഈസ് എംപവർമെന്റ്? Nazneen is there, Navneet. You guys, can you tell me what is empowerment? നിങ്ങളുടെ ഐഡിയയിൽ എംപവർമെന്റ് എന്താണെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. Can someone give me an idea of what empowerment is? Empowerment, നമ്മൾ എപ്പോഴും കേൾക്കുന്ന വേർഡാണ് empowerment. To be empowered, to give empowerment, they should be empowered എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഘോരമായിട്ട് കുറേ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ന്യൂസ് പേപ്പറിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്കാണ് empowerment എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അല്ലേ, ഈ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് empowerment എന്ന് പറയുന്നത്. യെസ്, empowerment മീൻസ് ശക്തിപ്പെടുത്തലാണ് empowerment എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെയാ പറയുന്നത്? There is an increasing realization and recognition that empowering women is an urgent need of the hour. ഇന്നത്തെ സമയത്തെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് is to empower the women. സ്ത്രീജനങ്ങളെ എംപവർ ചെയ്യുക, സ്ത്രീകളെ എംപവർ ചെയ്യുക. അതായത് അതിനെ മലയാളത്തിൽ നമുക്ക് പറയാം സ്ത്രീ ശാക്തീകരണം എന്ന് നമുക്ക് പറയാം. To empower women, ആ ഒരു കാര്യമാണ്
ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് the various ways in which we can empower women. So in most countries including India, social reformers and leaders have been doing a lot towards empowering women. Still we have miles to go, and this unit tells us how education, determination and courage help women break the shackles of socio-cultural taboos. നമുക്കറിയാം അല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലേ, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വേർഡാണ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്, സ്പെഷ്യലി വിമൻ എംപവർമെൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം ഒരുപാട് ആക്ടിവിസ്റ്റ് അതുപോലെ തന്നെ സോഷ്യൽ റിഫോമേഴ്സ് എല്ലാം ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് വിമൻ ഷുഡ് ബി എംപവേർഡ് എന്നുള്ള ഒരൊറ്റ ടൈറ്റിൽ കൊണ്ടാണ്. സ്ത്രീകളെ നമുക്ക് ശാക്തീകരിക്കണം, അവർക്ക് വേണ്ടുന്ന എല്ലാ സോർട്സ് ഓഫ് ഫ്രീഡവും നമ്മൾ കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ടുന്ന മറ്റെല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. അതും മുഖേന സ്ത്രീകൾ സമൂഹത്തിൽ അവർക്കൊരു നിലയും വിലയും ഉണ്ടാവണം, അത് മുഖേന അവർ എംപവേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സിൻ്റെയും ആക്ടിവിസ്റ്റിൻ്റെയും ഒക്കെ വേർഡ്സ് നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പെർട്ടിക്കുലർലി ഈ യൂണിറ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഹൗ എഡ്യൂക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ് ഹെൽപ്പ് വിമൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് ദ സോഷ്യോ കൾച്ചറൽ ടാബു. ആ വേർഡും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സോഷ്യോ കൾച്ചറൽ ടാബു. എന്താ സോഷ്യോ കൾച്ചറൽ ടാബു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില എന്താണ് പ്രജുഡിസുകൾ അല്ലെ, മുൻധാരണകൾ അല്ലെ, തെറ്റായ ചില ധാരണകളെയാണ് നമ്മൾ ടാബൂസ് എന്ന് പറയുന്നത് അല്ലെ. തെറ്റായ ചില ധാരണകളെയൊക്കെയാണ് നമ്മൾ ടാബൂസ് എന്ന്, സോഷ്യൽ കൾച്ചറൽ ടാബൂസ് എന്ന് പറയുന്നത്. അങ്ങനെ പല സോഷ്യോ കൾച്ചറൽ ടാബൂസ് നമുക്കറിയാം. പെൺകുട്ടികളായാൽ പുറത്തു പോകാൻ പാടില്ല, വൈകുന്നേരം പോകാൻ പാടില്ല, അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ അച്ചടക്കത്തോട് കൂടിയിട്ടിരിക്കണം, അവർ സൗണ്ട് റേസ് ചെയ്യാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ ടാബൂസ് ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു 12th സ്റ്റാൻഡേർഡ് വരെ എത്തിയിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള ടാബൂസിനെതിരെ ഒരു ഐഡിയോളജി ഇല്ലാത്ത, ഒരു ഐഡിയ ഇല്ലാത്ത, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുള്ള, അതിന് പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഇല്ലാതെ നമുക്ക് തോന്നുന്ന ചില ടാബൂസൊക്കെ ഉണ്ട് അല്ലേ. ആ ടാബൂസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ചട്ടക്കൂടിൽ നിന്ന് സ്ത്രീകൾ പൊതിഞ്ഞ് കിടക്കുന്ന ആ ചട്ടക്കൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെല്ലാം വേണമെന്നാ പറയുന്നത്? ദേ നീഡ് എഡ്യൂക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. ഈ 3 കാര്യങ്ങളോട് കൂടി, ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. ഈ 3 കാര്യങ്ങളോട് കൂടിയിട്ട് എങ്ങനെ ഒരു സ്ത്രീയെ നമുക്ക് എംപവർ ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി വി ആർ ഗോയിങ് ടു ലുക്ക് ത്രൂ ദിസ് ഫസ്റ്റ് യൂണിറ്റ്, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ മൂവിങ് ഓൺ. സി, ക്യാൻ യു സീ മൈ സ്ക്രീൻ റൈറ്റ് നൗ? ഈ സ്ക്രീൻ കാണാവോ നിങ്ങൾക്ക്? ക്യാൻ യു സീ മൈ സ്ക്രീൻ? ഇവിടെ 4 പേഴ്സണാലിറ്റീസിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ചില മുഖമെങ്കിലും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആവാൻ വഴിയുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള 4 ഫേസസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാലും പേജ് നമ്പർ 8 നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ കാണാനാവുന്നതാണ്. ഇതിൽ ചില ഫേസുകൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ളത്? മേരി കോമിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ആരായിരുന്നു മേരി കോം എന്ന് പറയുന്നത്? യാ, എനി ഐഡിയ? മേരി കോമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? യാ, പ്ലീസ് കമന്റ് ഇഫ് യു ഹാവ് എനി ഐഡിയ അബൌട്ട് മേരി കോം. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു പിക്ചർ എന്ന് പറയുന്നത് മേരി കോമിൻ്റെതാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആവും വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് ഫെമിലിയർ ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഗിവ് മീ തംസ് അപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്താലും മതി അബൌട്ട് മേരി കോം. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് JK റൗളിംഗ് ആണ്. അതും ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള മുഖമാണ് JK റൗളിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സ്മിത പാട്ടീൽ ആൻഡ് ഹെലൻ ബോർഡൻ. സ്മിത പാട്ടീൽ ആൻഡ് ഹെലൻ ബോർഡൻ ആർ ഓൾസോ 2 മേജർ പേഴ്സണാലിറ്റീസ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇതിൽ ഈ 4 ഫിഗേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എനിവൺ? Please give me your responses. I'm waiting for that. And then we'll move on.
Okay, you will be very familiar with Mary Kom, right? Mary Kom ആരായിരുന്നു? She's an Indian amateur boxer. അല്ലെ, ബോക്സർ, ഇന്ത്യൻ ബോക്സർ ആണ് മേരി കോം എന്ന് പറയുന്നത്. മേരി കോമിനെ പറ്റിയിട്ടുള്ള ഒരു ഫിലിം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? There was a film about Mary Kom with the title Mary Kom itself, and she was an Indian boxer. ഇന്ത്യൻ ബോക്സർ എന്നുള്ള വെറും ടൈറ്റിൽ അവർ ഒതുങ്ങി പോകുന്നൊന്നുമില്ല. And she is the only woman to win the World Amateur Boxing Championship 6 times. 6 തവണ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഏക വുമൺ ആണ് ആരെന്ന് പറയുന്നത്? മേരി കോം എന്ന് പറയുന്നത്. സോ ഷീ ഈസ് സച്ച് എ പേഴ്സണാലിറ്റി ദാറ്റ് വി ഹാവ് ടു ലുക്ക് അപ്പോൺ. നമ്മൾ നോക്കി കാണണ്ട, നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു ലേഡിയാണ് മേരി കോം എന്ന് പറയുന്നത്. 6 തവണ കണ്ടിന്യൂസ് ആയിട്ട് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഏക വനിതയാണ് മേരി കോം എന്ന് പറയുന്നത്. അവരുടെ പറ്റിയിട്ടുള്ളൊരു ഫിലിമാണ് മേരി കോം എന്നുള്ള ടൈറ്റിൽ തന്നെ ഉള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ലൈഫ് ഹിസ്റ്ററി, അവർ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ്, എന്തെല്ലാം പാത്തിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത്, എങ്ങനെയാണ് അവർക്ക് ഇത്രത്തോളം സക്സസ് നേടിയിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു മൂവിയിലൂടെ നമുക്ക് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സോ ഇഫ് യു ഗെറ്റ് എ ചാൻസ്, try to watch that movie named Mary Kom, and that is the life of Mary Kom the boxer. അടുത്തൊരു പിക്ചർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് ഇവിടെ ഉണ്ടാവുന്നത് JK റൗളിംഗ് ആണ് അല്ലേ? JK റൗളിംഗിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And JK Rowling is well known for her 7 series of fantasy book. എന്തൊക്കെയായിരുന്നു? The Harry Potter അല്ലേ? 7 സീരീസിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ചിൽഡ്രൻസ് ഫാന്റസി ബുക്കാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്. JK റൗളിംഗിന്റെ ഹാരി പോട്ടറിനെ പറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവരുടെ ആനിമേഷൻ മൂവീസ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഐ ഗെസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഹാരി പോട്ടറിനെ പറ്റിയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഗിവ് മീ എ തംസ് അപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും സീരീസോ അവരുടെ ആനിമേഷൻ മൂവിയിലെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് ദാറ്റ് നെയിം. 7 സീരീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഫിലോസഫേഴ്സ് സ്റ്റോൺ, അതുപോലെ തന്നെ ചേംബർ ഓഫ് സീക്രറ്റ്, ദ ഫിനിക്സ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ 7 സീരീസ് നമുക്ക് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. സോ JK റൗളിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. JK റൗളിംഗ് ഇസ് ഈക്വൽ ടു ഹാരി പോട്ടർ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കിവിടെ വരുന്നത് സ്മിത പാട്ടീലാണ്. ഞാൻ ഇവിടെ ഒരു ഐഡിയ കൊടുത്തിട്ടുള്ളത് ദ ഫേസ് ഓഫ് ന്യൂ ഇന്ത്യൻ സിനിമ. സ്മിത പാട്ടീൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ആക്ട്രസ് ആണ്. അതിനേക്കാൾ ഉപരി അവരെ ഫേമസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അവരൊരു വിമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. വിമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു സ്മിത പാട്ടീൽ എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഗേവ് എ ന്യൂ ഫേസ്, എ ന്യൂ ചേഞ്ച്, ഷീ ബോട്ട് ന്യൂ ചേഞ്ചസ് ടു ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയിൽ സ്ത്രീകൾക്കും നല്ല സ്ഥാനമുണ്ട്. ദേ ആർ ഓൾസോ എംപവേർഡ്, ദേ ആർ ഓൾസോ കേപ്പബിൾ ഓഫ് ഡൂയിങ് മൾട്ടിപ്പിൾസ് ഓഫ് തിങ് എന്നുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പുതിയ ഒരു മുഖച്ഛായ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ആക്ട്രസ് പ്ലസ് ഇന്ത്യൻ വിമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്നു സ്മിത പാട്ടീൽ എന്ന് പറയുന്നത്. സോ ഇതുവഴിയാണ്, ഈ ഒരു വിമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് എന്നുള്ള പേരിലാണ് അവർ കൂടുതൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 80 ഫിലിംസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ഉണ്ടായിരുന്ന ക്ലീഷേഡ് ആയിട്ടുണ്ടായിരുന്ന ആ വിമൻ അപ്പിയറൻസിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിമനും സ്ഥാനമുണ്ട്, സൊസൈറ്റിയിൽ അവർക്കും സ്ഥാനമുണ്ട്, അവർക്കും പലതും ചെയ്യാൻ കഴിയും, അവരും എംപവേർഡ് ആണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്മിത പാട്ടീൽ ഒരു മേജർ പേഴ്സണാലിറ്റിയായി മാറിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഹെലൻ ബോർഡൻ ആണ്. ഹെലൻ ബോർഡനെ പറ്റിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യു മൈറ്റ് ബി വെരി ഫെമിലിയർ വിത്ത് BBC അല്ലേ? നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ BBC എന്നുള്ള വേർഡ്. എന്താണ് ആക്ച്വലി BBC എന്തായിരുന്നു? ഇറ്റ് ഈസ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണ് BBC എന്ന് പറയുന്നത്. ദ വേൾഡ്സ് ബിഗസ്റ്റ് ന്യൂസ് ചാനൽ ആയിട്ടാണ് നമ്മൾ BBCയെ കാണാറുണ്ടായിരുന്നത്. ആൻഡ് ഹെലൻ ബോർഡൻ എന്ന് പറയുന്നത്, ആസ് യു കൻ സീ ഫ്രം ഹിയർ, ഷി വാസ് ദ ഡയറക്ടർ ഓഫ് BBC ന്യൂസ് ഗ്രൂപ്പ്. BBC ന്യൂസ് ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ് ഹെലൻ ബോർഡൻ എന്ന് പറയുന്നത്. 1997 BBCയുടെ ബിസിനസ് പ്രോഗ്രാമിന്റെ ഹെഡായിട്ട് അവർ വന്നു. പിന്നെ 1998 അവർ BBCയുടെ കറണ്ട് അഫയേഴ്സിന്റെ ഹെഡായിട്ട് വന്നു. ഇവരിങ്ങനെ ഈ ഓരോ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഫസ്റ്റ് വുമൺ ആയിരുന്നു ഹെലൻ ബോർഡൻ എന്ന് പറയുന്നത്. BBCയിലെ കറണ്ട് അഫയേഴ്സിന്റെ ഹെഡായിട്ട് വരുന്നതും
അതുപോലെ തന്നെ അവരുടെ ബിസിനസ് പ്രോഗ്രാമിൻ്റെ ഹെഡായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഹെലൻ ബോർഡൻ എന്ന് പറയുന്നത് അവിടെ ആ ഒരു പൊസിഷൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് വുമൺ പേഴ്സണാലിറ്റി ആയിരുന്നു എന്നുള്ളതാണ് അവരെ വളരെ വ്യത്യസ്തമാക്കി മാറ്റുന്നതും നമുക്കൊരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളതും. സോ സ്വാഭാവികമായിട്ടും ഈ യൂണിറ്റ് തുടങ്ങുന്നത് ഇങ്ങനെ 4 വുമൺ പേഴ്സണാലിറ്റീസ് അല്ലെ, വിമൻ പേഴ്സണാലിറ്റീസിനെ കാണിച്ചുകൊണ്ടാണ് നമുക്ക് തുടങ്ങിയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഹോൾ യൂണിറ്റ് Flights of Freedom is about the emancipation and empowerment of women. സ്ത്രീകളുടെ ഇമാൻസിപ്പേഷൻ, അവരെ let them free അല്ലെ. ഇമാൻസിപ്പേഷൻ മീൻസ് ടു ബി ഫ്രീ. വിമന്റെ ഫ്രീഡം, അവരുടെ എംപവർമെന്റ് എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ ടു ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ വെരി ഫസ്റ്റ് യൂണിറ്റ്, Flights of Freedom, and let's see what it is. So as you can see from here, ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ വെരി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൂവ് ഓൺ ചെയ്യാവോ? Can we move on? സോ 4 പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ പറ്റിയിട്ട് നമ്മളിങ്ങനെ നോക്കി ഒരു റഫ് ഐഡിയ നമ്മൾ അവരെ പറ്റി ക്രിയേറ്റ് ചെയ്തു. അത് 2 പേര് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വ്യക്തികളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിമൻ എംപവർമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ വിമൻ ഇമാൻസിപ്പേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് സ്പീച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് ഈ സ്പീച്ച് പറഞ്ഞിരിക്കുന്നതോ വളരെ പ്രധാനപ്പെട്ട വിമൻ എംപവർമെന്റിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന ക്രിസ്റ്റീൻ ലഗാർഡിന്റെ ഒരു സ്പീച്ചാണ്. ആൻഡ് യു മൈറ്റ് ബി നോയിങ് ക്രിസ്റ്റീൻ ലഗാർഡ്. ഹു ഇസ് ക്രിസ്റ്റീൻ ലഗാർഡ്? ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് പറയുന്നത് ഷി വാസ് ദ ഫസ്റ്റ് വുമൻ ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ. She was the first woman to become the finance minister of the G8 economy. G8 economyയുടെ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്റർ ആണ് കേട്ടോ. അതാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് പറയുന്നത്. സോ ക്രിസ്റ്റീൻ ലഗാർഡിന്റെ വളരെ ഷോർട്ട്, ക്രിസ്പ് ബട്ട് യെറ്റ് എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ 3 L's ഓഫ് എംപവർമെന്റ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, വിസിബിൾ ആണ്, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റിട്ടൺ ബൈ ദ സ്പീച്ച് വാസ് ഡെലിവേർഡ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. സോ ഹിയർ ഷി ഗിവ്സ് 3 basic ideas of becoming empowered. Empowered ആവുക എന്നതിന് വേണ്ടിയിട്ട് നെസസറി ആയിട്ടുള്ള 3 പ്രധാന കാര്യങ്ങളാണ് ഈ ഹോൾ സ്പീച്ചിലൂടെ ക്രിസ്റ്റീൻ ലഗാർഡ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട്. Good afternoon. It is great to be among friends and kindred spirits. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. So here in this speech, Christine Lagarde focuses on the plight of women. സ്ത്രീകളുടെ സിറ്റുവേഷൻ, സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയിട്ടാണ് ക്രിസ്റ്റീൻ ലഗാർഡ് ഈ ഒരു സ്പീച്ചിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അവരെ എങ്ങനെ എംപവർ ആക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള 3 L's നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ. ദ 3 R'സിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ദ 3 R's എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതുപോലെയുള്ള 3 L'കളാണ് ആര് പറയുന്നത്? ക്രിസ്റ്റീൻ ലഗാർഡ് to this speech. So she starts the speech by saying, "Good afternoon, and it's great to be among friends and kindred spirits." It's always happy to be within the group of people there. And this 21st century poses many challenges that require new ways of thinking. പുതിയ രീതിക്ക് ചിന്തിക്കാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു 21st century
കൊണ്ടുവന്നിട്ടുള്ളത്. 21st century is asking us to think about multiple of things. അല്ലെ, പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനാണ് the 21st century is pausing us, and none more important than the economic role of women. Please underline that, economic role of women. സ്ത്രീകളുടെ ഇക്കണോമിക് റോൾ എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. In a rapidly changing world. But there is some problem with that. She had identified some problem with the economic role of women. സ്ത്രീകളുടെ ഇക്കണോമിക് റോളിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്റ്റീൻ ലഗാർഡിന് വളരെ ക്ലിയർ ആണ്. And that is what she mentioned in the next line. Women today remain blocked from contributing their true potential. അല്ലെ, സ്ത്രീകളിലെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് അത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധ്യമാകുന്നില്ല. They are blocked from doing that. They are blocked. They are retained from doing that. അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് സൊസൈറ്റിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കാതെ വരുന്നതാണ് the problem. That is the economic role. അവിടെയാണ് സ്ത്രീകളുടെ ഇക്കണോമിക് റോളിൽ എന്തൊക്കെയോ ഡിസ്ട്രപ്ഷൻസ് സംഭവിക്കുന്നതായിട്ട് ക്രിസ്റ്റീൻ ലഗാർഡ് ശ്രദ്ധിച്ചിട്ടുള്ളത്. And this has a huge cost. In some countries, the per capita income lacks significantly because women are denied equal opportunity. ലഗാർഡ് പറയുന്നത് the per capita income of some countries. ചില രാജ്യങ്ങളുടെ ചില കൺട്രിയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം, പെർ പേഴ്സൺ ഇൻകം അല്ലെ, ആ ഒരു കൺട്രിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന പെർ പേഴ്സൺ ഇൻകം എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് വളരെ ലാഗിങ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് ഇൻ സം ഓഫ് ദ കൺട്രീസ്, സ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെ. ഡെവലപ്പിംഗ് ആയിട്ടുള്ള ചില കൺട്രീസിൽ അതിൻ്റെ ചില പ്രശ്നങ്ങൾ കാണാനുണ്ട് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ മെയിൻ റീസൺ അവർ പറയുന്നുണ്ട് എന്താണ്? ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് പൊതുവെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഡിനൈ ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ മൂവിങ് ഓൺ വി ക്യാൻ സീ ഇൻ ഫാക്ട് women represent half of the world's population but contribute far less than 50% of the economic activity. So in fact the number of women അല്ലെങ്കിൽ population of women is higher but their contribution to the economic value is decreased അല്ലെങ്കിൽ it is at a lower rate. അവർ അത്രയും പോപ്പുലേഷനിൽ അവർ ഹയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വിമൻ പോപ്പുലേഷൻ ഇത്രയും ഹയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി വെരി ലോ. അത് വളരെ ലോ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. And what is needed to change this picture? And now Christine Lagarde wants us to think about the way to change this picture. ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു മാപ്പ്, ഈ ഒരു ഗ്രാഫ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വെരി ടൈറ്റിൽ comes there, the 3 L's of women's empowerment. So what is needed to change the picture is a connected effort to open the door to opportunity. Open the door to opportunity. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, സ്ത്രീകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ദേ ആർ ഡിനൈഡ് ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് അവസരങ്ങൾ വളരെ ഡിനൈഡ് ആണ്, വളരെ കുറവാണ് അല്ലേ. ദേ ആർ ലാക്കിംഗ് ദെയർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ നമുക്ക് ആ ഒരു മുഖച്ഛായ അല്ലെ, സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ കുറവാണ് എന്ന് പറയുന്ന ആ ഒരു മുഖച്ഛായ മാറ്റണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ആ ഗ്രാഫ് മാറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. ഇറ്റ് ഈസ് ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റീസ്. ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ആ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? we need the 3 L's of empowerment. എന്താണ് പറയുന്നത്? we need the 3 L's of empowerment. And which are the 3 L's? ഏതൊക്കെയാ അവർ പറയുന്ന 3 L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ക്ലിയർ ആയിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക. 3 L's ഓഫ് വിമൻസ് എംപവർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. വാട്ട് ഇസ് ഇറ്റ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയെ നമുക്ക് എംപവർ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ give me
thumbs up. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ give me a thumbs up. ഇത് നമുക്ക് ആക്ച്വലി വളരെ വലിയൊരു ഡിബേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് വിമൻ എംപവർമെന്റ്, the 3 L's എന്ന് പറഞ്ഞിട്ടുള്ള the whole chapter, the whole unit എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു വലിയ ഡിബേറ്റിനുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. ഇതൊരു ജനറൽ ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾ ചാപ്റ്റർ നിങ്ങളുടെ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ജനറൽ എസ്സേസ് മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ കൾച്ചറൽ ടാബൂസിനെതിരെ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോഷ്യൽ കൾച്ചറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, സോഷ്യോ കൾച്ചറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഈ 3 L'സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുട്ട് തംസ് അപ്പ് ഓർ ഫയർ. നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഡിബേറ്റിനെല്ലാം റെഡി ആണെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ്. ഇഫ് യു റിയലി സപ്പോർട്ട് ദ 3 L's, തംസ് അപ്പ് കാണട്ടെ. എത്ര പേര് ക്രിസ്റ്റീൻ ലഗാർഡിന്റെ ഈ 3 L's ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ 3 L'സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദെൻ വി വിൽ കണ്ടിന്യൂ. ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലേ? കം ഓൺ. ഓക്കെ, എനിവേ ഐ ഡു ബിലീവ് ഇൻ ദിസ്. ഞാൻ തീർച്ചയായിട്ടും ഈ 3 ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ 3 L'സിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഐ റിയലി ബിലീവ് ഇൻ ദിസ് 3 L's. എന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് അതാണല്ലേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് വോയിസ് ഉണ്ടാവും. നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് സോഷ്യലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോട് കൂടിയിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ട് നമുക്കൊരു അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് നമുക്ക് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? സോ തീർച്ചയായിട്ടും ലേണിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ ആണ്, അല്ലെങ്കിൽ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ എംപവർമെന്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ വിമനെ മാത്രമല്ല, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലേണിംഗ് ഉണ്ടെങ്കിൽ, അവർക്ക് അറിവുണ്ടെങ്കിൽ, അവർക്ക് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ എംപവർമെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന. നവനീത് തംസ് അപ്പ് ഇട്ടിട്ടുണ്ട്. നവനീത് തീർച്ചയായിട്ടും ഈ 3 L'സിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. ആൻഡ് ബാക്കിയുള്ളവരൊക്കെ തംസ് അപ്പ് ഇടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And we'll move on. So Christine Lagarde calls the 3 L's as learning, labor and leadership. നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. First about learning. So here she is going to define about learning. Education is the foundation upon which any change is built. എന്തൊരു മാറ്റത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നാണെന്നാ പറയുന്നത്? എഡ്യൂക്കേഷൻ അല്ലേ? നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് പല കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് അഭിപ്രായങ്ങളുള്ളത്, പല ഒപ്പീനിയൻസ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ് അല്ലേ? നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സോ അത് തന്നെയാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ, ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോസിറ്റീവായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റും? ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അതിന് ഏത് വശത്തിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യണം, ഏത് പെർസ്പെക്റ്റീവിൽ നിന്നും വ്യൂ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ വി ക്യാൻ ബ്രിങ് ചേഞ്ച്. ആൻഡ് ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽഫ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. യൂഷ്വലി വിമൻ ആർ ഇൻ ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ അല്ലേ? ഒരു പരിധിവരെ വിമന് മാറ്റി നിർത്തപ്പെട്ട ഒരു സൊസൈറ്റിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കുറേയൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ കുറച്ച് മുന്നേ ഉള്ള ഒരു തലമുറയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമൻ ആർ ഓൾവേസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി മെയിൻ സ്ട്രീം. മെയിൻ സ്ട്രീമിൽ നിന്ന് എപ്പോഴും എക്സ്ക്ലൂഷൻ ആണ് അല്ലേ? ഷാക്കിൾ, ദേ ആർ ഇൻ ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ്? ഇഫ് ദേ ആർ എഡ്യൂക്കേറ്റഡ് എനഫ് ദേ ക്യാൻ ഹെൽപ്പ് ദംസെൽഫ് ടു കം ഔട്ട് ഓഫ് ദീസ് ഷാക്കിൾസ്. ഈ ഒരു ബന്ധുര കാഞ്ചന കൂട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആക്ച്വലി പുറത്ത് വരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് nowhere is this more essential
Nowhere is this more essential than in the developing country. So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ it is a very essential part when coming to a developing country. Developed nation പറ്റിയിട്ടല്ല ക്രിസ്റ്റ്യൻ ലഗാർഡിയുടെ സംസാരിക്കുന്നത്, but she is speaking about the developing country. So India is the developing country. ഇന്ത്യയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലെ. ഇന്ത്യ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതുപോലെയുള്ള വിമൻ എംപവർമെന്റിന്റെ കുറവ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് വിമൻ എംപവർമെന്റ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. സോ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയേറെ ആവശ്യമായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. And there is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. So African adage എന്ന് പറഞ്ഞാൽ proverb ആണ് കേട്ടോ. ഒരു ആഫ്രിക്കൻ proverbിൽ പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? If you educate a boy, you train a man. നിങ്ങളൊരു ബോയ് ആണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ you are going to train a man. ഒരു ബോയെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പുരുഷനെയാണ്, ഒരു മാനിനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. ഒരു പെൺകുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ഓൾ വില്ലേജിനെയാണ് നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നത് എന്നാണ് പറയുന്നത്. സോ ദി ആഫ്രിക്കൻ അഡേജ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദ നീഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ. സ്ത്രീകളിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ദി ആഫ്രിക്കൻ അഡേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രോവർബിലൂടെ നമുക്ക് കൺവേ ചെയ്ത് തരുന്നത്. ആ ഒരു പ്രോവർബ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വിമൻ എംപവർമെന്റ് ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജനറൽ എസ്സേസ് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ജനറൽ എസ്സേസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള പ്രോവർബ്സ്, ഇത്തരത്തിലുള്ള കോഡ്സ് ഒക്കെ എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും, ഉപകാരപ്പെടും. അതിൻ്റെ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് വീഴും. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്യാം, അതൊന്ന് പഠിച്ചു വെക്കുക. എന്തായിരുന്നു? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു എഡ്യൂക്കേറ്റ് എ മാൻ. ആൻഡ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു എഡ്യൂക്കേറ്റ് ദ ഹോൾ വില്ലേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. യു ട്രെയിൻ എ വില്ലേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിയർ ആണെന്ന് പറയുന്നു. So that was the very first thing Christine Lagarde gave idea about. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കുകയാണ് അല്ലേ. What is the second thing? If learning is just the first step, labor is the second. എന്താണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു? It is labor. എന്താ labor എന്ന് പറയുന്നത്? ജോബ് അല്ലെ, ജോലി സാധ്യതകളെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഒരുപാട് പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? നോ, വി ഹാവ് ടു ഡു ലേബർ, വി ഹാവ് ടു വർക്ക് അല്ലെ. നമുക്ക് ഒരുപാട് ജോലി ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്കണോമിക് റോൾ ഓഫ് വിമനിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഇൻകം ഓഫ് ദി കൺട്രി അല്ലെ. രാജ്യത്തിൻ്റെ ഇൻകമിലേക്ക് തന്നെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം ലേണിംഗ് വി ഷുഡ് ഓൾസോ ഹാവ് എ ജോബ്, വി ഷുഡ് ഓൾസോ വർക്ക്, വി ഷുഡ് ഹാവ് ലേബർ എന്നാണ് പറയുന്നത്. സോ ലേബർ ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. Labor facilitates women to flourish and achieve their true potential. ഒരുപാട് പഠനത്തിലൂടെ ഒരുപാട് ലേണിങ്ങിലൂടെ എന്താണ്, they are gaining their potentials. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അതെല്ലാം പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ they should have labor, and labor facilitate women to flourish and achieve their true potential. അവരെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനെ സഹായിക്കും എന്നാണ് പറയുന്നത്? ലേബറിനെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ബട്ട് അറ്റ് പ്രസന്റ്, പക്ഷേ കാര്യം അങ്ങനെയൊന്നും അല്ല കിടക്കുന്നത്. അവിടെ എന്തൊക്കെയോ ചില തകരാറുകളുണ്ട്. വിൽ സീ ദാറ്റ്. ബട്ട് അറ്റ് പ്രസന്റ് when women participate in the workforce, they too often tend to get stuck in low paying, low status and low security jobs. അവിടെയാണ് പ്രശ്നം വരുന്നത്. സ്ത്രീകൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, ജോലിയിലേക്ക് അവർ നോക്കുന്നുണ്ട്. പക്ഷേ ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ they get stuck into low paying അല്ലെ, ചെറിയ സാലറിയാണ്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും പൊതുവെ കാണാറുള്ള കാഴ്ചയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനേക്കാളും പേയ്മെന്റ് അല്ലെ, സാലറി ആർക്ക് കുറവാണ്? സ്ത്രീകൾക്ക് കുറവാണ് അല്ലെ. അത് ഏറ്റവും ചെറിയ ജോലി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ജോലി മുതൽ വൈറ്റ് കോളർ ജോബ്സ് എന്ന് നമ്മൾ വളരെയേറെ അഭിമാനത്തോട് പറയുന്ന ജോബിലാണെങ്കിൽ പോലും അവിടെ സാലറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പേയ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൽ പേയ്മെന്റ്സ്
higher than the female payments എന്ന് നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ അത് തന്നെയാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. Women get stuck into low paying, low status and low security jobs. So they are denied the security, they are denied the status and they are denied equal payment. So globally, women earn only 3/4 as much as men, even with the same level of education and the same occupation. ഒരേ ജോലിയാണെങ്കിലും ഒരുപോലത്തെ പഠന ലെവലാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ ഒന്നാണെങ്കിലും നമ്മുടെ ഒക്യുപ്പേഷൻ ഒന്നാണെങ്കിലും യൂഷ്വലി നമ്മൾ കാണാറുള്ള കാഴ്ച എന്ന് പറയുന്നത് വിമൻ ഏൺ ലോ ദാൻ മെൻ. പുരുഷന്മാരെക്കാളും 3/4 മടങ്ങ് താഴെയാണ് വിമന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ആൻഡ് surely one of our most basic norms should be equal pay for equal work. So there again she speaks about equal pay for equal work. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ലേബറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറണം എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. എന്നാൽ മാത്രമേ ലേബർ എന്ന് പറയുന്ന അവരുടെ രണ്ടാമത്തെ എല്ല് നമുക്ക് ട്രൂലി വാലിഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ആൻഡ് then the recent researchers show that eliminating gender gaps in economic participation can bring an increase in per capita income. എന്താ പറയുന്നത്? eliminating the gender gaps. ഇപ്പോൾ ജെൻഡർ ഗ്യാപ്പ് ഒക്കെ വന്നതുകൊണ്ടാണ് ദ മെയിൽ ഫീമെയിൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ജെൻഡേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വന്നതുകൊണ്ടാണ് പെർ ക്യാപിറ്റ ഇൻകമിലേക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ജെൻഡർ ഗ്യാപ്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ട് അതിന് പകരം ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ് എന്നുള്ള തിയറിയിലേക്ക് നമ്മൾ വരാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ ട്രൂലി കോൺട്രിബ്യൂട്ട് ടു ദ പെർ ക്യാപിറ്റ ഇൻകം. എന്ത് വരുന്നു എന്ന് പറയുന്നത് there would be equal participation or economic participation and that can bring an increase in the per capita income എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. And we will move to the next paragraph. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. So we will move on. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. So ഒരുപാട് നിയമങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ? ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപക്ഷെ അൺവാണ്ടഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരുപാട് ലോസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ലോസിനെയൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we can promote more opportunity for women in the workplace. വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് to change the laws. അതിലൊരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, by ensuring that property and inheritance law do not discriminate against women. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് the property and inheritance law. എന്താണ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ്? നമ്മുടെ സ്വത്തിൻ്റെ കാര്യങ്ങൾ അല്ലേ? ഒരു സ്ത്രീക്കും പുരുഷനുമുള്ള സ്വത്ത് വിഹിതങ്ങളുടെ കാര്യങ്ങളാണ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം പല രീതിയിലാണ് അതിൻ്റെ ലോ കിടക്കുന്നത് അല്ലേ? റിലീജിയസ്ലി കുറേ ലോ ഉണ്ട്. ഇനി അതൊന്നുമല്ലാതെ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ലോസ് ഒക്കെ നമുക്ക് ഉണ്ടെന്ന് അറിയാം. സോ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് ഇത്തരത്തിലുള്ള ലോസ് എസ്പെഷ്യലി ഓൺ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ്, സ്വത്ത് വിഹിതങ്ങളെ പറ്റിയിട്ടുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരെയും അല്ലെ ജെൻഡർ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ലോ റിമൂവ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി വിമൻ്റെ വർക്ക് പ്ലേസിൽ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗമാണ് എന്നാണ് പറയുന്നത്. ആൻഡ് വി വിൽ സീ ദ നെക്സ്റ്റ് തിങ്സ്. ഓക്കെ, it also means policies that encourage education and healthcare. മറ്റൊന്നാണ് we need to improve the policies that encourage education and healthcare. എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ എഡ്യൂക്കേഷനും അവരുടെ ഹെൽത്ത് കെയറും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറ്റ് കുറേ പോളിസീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് അടുത്തൊരു കാര്യമായിട്ടാണ് അത് പറയുന്നത്
Christine Lagarde says for the second year laborന്റെ കാര്യത്തിൽ അവർ പറയുന്നത്. And moreover, we need to provide greater access to credit so that women can achieve greater economic independence. Providing credit to women, സ്ത്രീകൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത്, അതായത് അവരുടെ ഇക്കണോമിക് മാറ്റേഴ്സിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആവാം, സ്റ്റേബിൾ ആവാം, ഫിനാൻഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുമെന്നാണ് പറയുന്നത്. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ലേണിംഗ് ആൻഡ് ലേബർ. ത്രൂ എഡ്യൂക്കേഷൻ വൺ ക്യാൻ റീച്ച് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ മാറ്റേണ്ട കാര്യം എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന നിയമത്തിലേക്ക് നമ്മൾ മാറണം. അതുപോലെ തന്നെ മറ്റ് പല ലോസിനെയും നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോ, അതുപോലെ ബ്രിങ്ങിങ് ഇൻ ന്യൂ പോളിസീസ് ഫോർ എൻകറേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലേണിംഗ് ആൻഡ് ലേബർ ആർ ദി കീ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. And now again Lagarde moves to the very third factor and we'll see what it is. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ക്രിസ്റ്റീൻ ലഗാർഡിന്റെ സ്പീച്ചിലെ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. 3 പോയിന്റ്സ് ഉണ്ട്. 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞാണ് ക്രിസ്റ്റീൻ ലഗാർഡ് സ്പീച്ച് തുടങ്ങുന്നത്. അതിൽ 2 L's നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് ലേണിംഗ് ആൻഡ് ലേബർ. അത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലേ? ലേണിംഗ് ആദ്യം നമ്മൾ പഠിക്കണം, ആൻഡ് ലേബർ വി ഹാവ് ടു വർക്ക് ദെൻ. എന്നാൽ മാത്രമേ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദീസ് 2 key factors she moved to the very third one and it is that is leadership. What is it? This leadership. ലേണിംഗും ലേബറും കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ഒരു വ്യക്തിയെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വിമൻ എംപവർമെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, വി നീഡ് ലീഡർഷിപ്പ്. ആൻഡ് Leadership enables women to rise and fulfill their innate abilities and talents. ഒരുപാട് പഠിച്ചു, ജോലിയൊക്കെ കിട്ടി, പക്ഷെ ജോലി സ്ഥലത്ത് നമ്മൾ ഒതുങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലോ രക്ഷപ്പെടില്ല അല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അവിടെ നമുക്ക് എന്ത് വേണമെന്നാ പറയുന്നത്? വി ഷുഡ് ഹാവ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റി. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ എന്ത് സഹായിക്കും എന്നാ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റീസ്, ദെയർ ഇന്നേറ്റ് ടാലൻസ്, ഇതിനെയെല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെയെല്ലാം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിമന് കിട്ടുന്ന ഒരു സ്കോപ്പ് ാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. സോ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് എ വുമൺ ടു റൈസ് and fulfill their innate abilities and talents. And then here there is plenty of room for improvement. And the irony is that when women lead, they tend to do as good a job as others, if not a better job. Please underline that sentence. എന്താ പറയുന്നത്? The irony is that when women lead, they tend to do a good job as others, if not a better job. നമുക്കറിയാം അല്ലേ, ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അതായത് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ വർക്ക്സിൻ്റെ കാര്യമോ മറ്റെന്തെങ്കിലും കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട്, ക്ലാരിറ്റിയോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ സെയിം റേഞ്ചിലുള്ള ഒരു ബോയേക്കാൾ കൂടുതൽ കഴിയുന്നുണ്ടാവുക ആ ഗേളിനാണ് അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പക്ക ക്ലീൻ നീറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ഒരു ഗേൾ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ഒരു ചെറിയൊരു ടച്ചാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? when women is leading, ഒരു വിമൻ ആണ് ഒരു കാര്യത്തെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ they tend to do a good job. അവർ ചെയ്യുന്നത് വളരെ നല്ലൊരു ജോലിയായിരിക്കും. as others, if not a better job. ഒരു better job അല്ലെങ്കിൽ കൂടെ they are doing a very good job. വളരെ ക്ലാരിറ്റിയോടുകൂടി, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വുമൺ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. and that can enable a woman to rise and fulfill her innate abilities. അവരുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെയും പുറത്തെടുത്ത് ഒരു ഗുഡ് ജോബ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് ലേണിംഗും ലേബറിനും പുറമെ എന്താണെന്നാ പറയുന്നത്? ലീഡർഷിപ്പ്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ.
ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ഒന്ന് ഇവിടെ പേര് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ഐ ഹാവ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. എത്ര പേർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാലോ? വെറുതെ കുറേ ലേണിങ്ങും കുറച്ച് കഴിഞ്ഞാൽ ലേബറിലേക്കും പോവുകയാണോ, അതോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ്. ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്യണം. Okay, so they are more likely to make decisions based on a conscience building, inclusion, compassion and with a focus on long term stability. അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഗേൾ, ഒരു വുമൺ, ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡിന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് ഒരു വുമൺ കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അവരെങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നത്, they are likely to make decision based on conscience building. വളരെ കോൺഷ്യസ് ബിൽഡിങ്ങോട് കൂടിയിട്ട് അല്ലേ, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ജനറൽ ഐഡിയ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, they make decision. ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, അവർ പലരിടത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒപ്പീനിയൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഒരു ജനറൽ കോൺഷ്യസിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, they make decision and then inclusion, they try to include all that is necessary. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാവരുടെ ഒപ്പീനിയൻസും എല്ലാവിധ കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. പിന്നെന്താണ് പറയുന്നത്, കമ്പാഷൻ. വളരെ കമ്പാഷനേറ്റ് ആയിട്ട് അല്ലേ, വളരെ ക്ലോസ് ആയിട്ട് എല്ലാവരും വളരെയേറെ ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാവരുടെ ഒപ്പീനിയൻസും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അവർ ഡിസിഷൻ മേക്ക് ചെയ്യുക. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരുപാട് നാളത്തെ ഒരു പ്ലാനിങ് എന്നുള്ള രീതിയിലാണ് ടു സസ്റ്റെയിൻ ദ